അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പറിച്ച പല്ല് പുരപ്പുറത്തേക്കോന്ന്. ചെറിയ കുട്ടികളുടെ പല്ല് പറിച്ചാൽ പുരപ്പുറത്തേക്ക് എറിയണം എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇതിന് വല്ല അടിസ്ഥാനമുണ്ടോ? തെളിവ് സഹിതം മറുപടി പ്രതീക്ഷിക്കുന്നു എന്നതാണ് സംശയം. ചീകുമ്പോൾ വേർപിരിഞ്ഞ മുടിയും മുറിച്ച നഖവും എന്തു ചെയ്യണം? വെള്ളത്തിൽ ഒഴുക്കി വിടേണ്ടതുണ്ടോ എന്നൊക്കെ ഉണ്ട്. പല്ല് പുറത്തെറിയാൻ ഒരടിസ്ഥാനവുമില്ല. നഖം, മുടി മുതലായവ അഥവാ പല്ലും മനുഷ്യരിൽ നിന്ന് പിരിഞ്ഞാൽ കുഴിച്ചിടൽ സുന്നത്താണ് എന്നതാണ് മുഗ്നി 1-ാം വാള്യം 294, ഷർവാനി 2-ാം വാള്യം 476 പറയുന്നത്. എന്നാൽ വലിയ സ്ത്രീകളുടേതാണെങ്കിൽ അഥവാ രക്തം പോലും അന്യർ കാണാതിരിക്കാൻ മറക്കൽ നിർബന്ധമാണ് എന്ന് വരെ തുഹഫയാം വാള്യം 207 പിന്നെയോ കാണൽ ഹറാമായവെല്ലാം ദേഹത്തിൽ നിന്ന് പിരിഞ്ഞാലും കാണൽ ഹറാമാണ് എന്ന് തുഹഫ 2-ാം വാള്യം 207 മനുഷ്യരിൽ നിന്ന് പിരിഞ്ഞതെല്ലാം മറക്കൽ സുന്നത്താണ് തുഹഫ 3-ാം വാള്യം 161. ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്ന മനുഷ്യരുടെ മുടിയോ മറ്റു ഭാഗങ്ങളോ ഉപയോഗിക്കൽ ഹറാമാണ്. മനുഷ്യനെ അള്ളാഹു മാനിച്ചതാണ് ഇതിന് കാരണം. മുടി, നഖം, മറ്റു ഭാഗങ്ങൾ തുടങ്ങിയവ കുഴിച്ചിടൽ അത്യാവശ്യമാണ് എന്ന് ശറഹുൽ മുസ്ലിം 2-ാം വാള്യം 204. ചുരുക്കത്തിൽ പുരപ്പുറത്തേക്ക് എറിയുന്നതിനോ വെള്ളത്തിൽ ഒഴുക്കുന്നതിനോ തെളിവൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മനസ്സിലായി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദുആ വസിയത്തോടുകൂടെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.